നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കോട്ടയം ജില്ലയിൽ വാർഡ് വിഭജനം പൂർത്തിയായി. ജില്ലയിലാകെ 1223 വാർഡുകൾ. ചിറക്കടവ്, വാഴൂർ, പള്ളിക്കത്തോട് പഞ്ചായത്തുകൾക്ക് 2 വാർഡുകൾ കൂടി. എലിക്കുളത്ത് 1 വാർഡ് അധികമായി. അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്ത സംഭവം. പോലീസ് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷൻ കൗൺസിൽ. പനച്ചിക്കാട് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ജനപ്രതിനിധികളും നാട്ടുകാരും കോട്ടയത്ത് ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വെള്ളിയാഴ്ച പരിഹരിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ്. പാലായിലെ ഡോഗ് പാർക്ക് കാടുകയറി നശിക്കുന്നു. നഗരത്തിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. വാർത്തകൾ വിശദമായി. കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത് വാർഡ് വിഭജനവും അതിർത്തി നിർണയവും പൂർത്തിയായി. ഇതോടെ ജില്ലയിലാകെ 1223 പഞ്ചായത്ത് വാർഡുകളായി. അകലക്കുന്നം, കുമരകം, നീണ്ടൂർ എന്നീ പഞ്ചായത്തുകളിൽ വാർഡുകളുടെ എണ്ണത്തിൽ മാറ്റമില്ല. കോട്ടയം ജില്ലയിൽ പഞ്ചായത്ത് വാർഡ് വിഭജനവും അതിർത്തി നിർണയവും പൂർത്തിയായി. ഇതോടെ ജില്ലയിലാകെ 1223 വാർഡുകളായി. നേരത്തെ 71 പഞ്ചായത്തുകളിലായി 1140 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. 83 വാർഡുകളാണ് പുതുതായി ഉണ്ടായത്. അകലക്കുന്നം, കുമരകം, നീണ്ടൂർ പഞ്ചായത്തുകളിൽ വാർഡുകൾക്ക് മാറ്റമില്ലെങ്കിലും അതിർത്തികളിൽ മാറ്റമുണ്ടായി. ചിറക്കടവ് പഞ്ചായത്തിൽ 2 വാർഡുകൾ വർദ്ധിച്ച് 22 വാർഡുകളായി. 7-ാം വാർഡ് മണ്ണാറക്കയം, 22-ാം വാർഡ് 20-ാം മൈൽ എന്നിവയാണ് കൂട്ടിച്ചേർത്തത്. വാഴൂരിലും 2 വാർഡുകൾ കൂടി വർദ്ധിച്ചു. 16 വാർഡുകളുടെ സ്ഥാനത്ത് ഇനി മുതൽ 18 വാർഡുകൾ ഉണ്ടാവും. 3-ാം വാർഡ് പാണപ്പുഴ, 12-ാം വാർഡ് ഉള്ളായം എന്നിവ അധികമായി. കൂരാപ്പടയിലും മണർകാടും 19 വാർഡുകളായി. പള്ളിക്കത്തോട്ടിലും 13 വാർഡുകളുടെ സ്ഥാനത്ത് പള്ളിക്കത്തോട് സെന്റർ, മന്ദിരം എന്നിവ കൂടുതലായി. 16 വാർഡുകളുണ്ടായിരുന്ന എലിക്കുളത്ത് 17 വാർഡുകളാണ് ഇനിയുണ്ടാവുക. കങ്ങഴയിൽ ഇനി മുതൽ 16 വാർഡുകളാവും ഉണ്ടാവുക. വെള്ളാവൂരിൽ 14-ഉം കാഞ്ഞിരപ്പള്ളിയിലും എരുമേലിയിലും 24 വാർഡുകൾ വീതവും ഉണ്ടാകും. നഗരസഭയുടെ അന്തിമ വിജ്ഞാപനം അടുത്ത ദിവസം പുറത്തിറങ്ങും. സംവരണ വാർഡുകൾ അടക്കമുള്ളവ നിശ്ചയിക്കുന്നതിനായാണ് ഇനിയുള്ള കാത്തിരിപ്പ്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. ഏറ്റുമാനൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും ജീവനൊടുക്കിയ സംഭവത്തിൽ പോലീസ് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷൻ കൗൺസിൽ. മരണത്തിന് മുൻപ് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളിൽ വ്യക്തത വരുത്തണമെന്നും അന്വേഷണം ശക്തമാക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഏറ്റുമാനൂരിൽ അഡ്വക്കേറ്റ് ജിസ്മോൾ തോമസും 2 കുട്ടികളും ആറ്റിൽ ചാടി ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ശക്തമാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ ആവശ്യപ്പെട്ടു. സംഭവത്തിന് ഇടയാക്കിയ സാഹചര്യങ്ങളും മരണത്തിന് മുമ്പ് വീട്ടിൽ സംഭവിച്ച കാര്യങ്ങളിലും വ്യക്തത വരുത്തുന്ന അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് ആക്ഷൻ കൗൺസിൽ അംഗം കൂടിയായ മുത്തോലി പഞ്ചായത്ത് അംഗം NK ശശികുമാർ പറഞ്ഞു. നിലവിലെ പോലീസ് അന്വേഷണം എന്ന് പറയുന്നത് ഇപ്പോൾ 2 പേര് കസ്റ്റഡിയിലുണ്ട്. അവർക്ക് ജാമ്യം ലഭിച്ചിട്ടില്ല. പക്ഷേ അതിന്മേലുള്ള അന്വേഷണം, ഫോണിൻ്റെ പേരിലുള്ള അന്വേഷണങ്ങൾ, അല്ലെങ്കിൽ UK മകളുടെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ജിസ്മോളുടെ ഭർത്തൃമാതാവിനെ ചോദ്യം ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ, അവിടെയൊക്കെ വ്യക്തത വരുത്താനുണ്ട്. അങ്ങനെ വേലക്കാരി ഉൾപ്പെടെ അവരുടെ ബന്ധുവായിട്ടുള്ള ജിസ്മോളുടെ ഭർത്താവിൻ്റെ അമ്മാവനായിട്ടുള്ള ബിനോയ് ഉൾപ്പെടെയുള്ള ആളുകളെ ചോദ്യം ചെയ്യാനുണ്ട്. അവിടെ എന്തൊക്കെയാണ് നടന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഇതുവരെ പോലീസിന് വ്യക്തത നേടാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ അന്വേഷണത്തിന്മേൽ സമ്മർദ്ദം ഇപ്പോൾ പോലീസ് അനുഭവിക്കുന്നുണ്ടെന്ന് വളരെ വ്യക്തമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു സ്പെഷ്യൽ ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ട് മറ്റൊരു ഏജൻസി ഏൽപ്പിച്ചുകൊണ്ട് ഈ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ, ശരിയായ അന്വേഷണം നടത്തിയെങ്കിൽ മാത്രമേ ഇതിൽ എന്താണ് അവിടെ നടന്നത്, എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്നുള്ളത് വ്യക്തമാക്കാൻ സാധിക്കും. അഡ്വക്കേറ്റ് ജിസ്മോളുടെ ഭർത്താവ് ജിമ്മയുടെ പിതാവ് സംഭവ ദിവസം UK മകൾക്കയച്ച മെസ്സേജിലും ദുരൂഹതയുണ്ട്. ഇപ്പോൾ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്ന സാഹചര്യത്തിലാണ് ജിസ്മോളുടെ പിതാവ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണം എന്നതാണ് കുടുംബത്തിന്റെ ആവശ്യം. സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും പലരെയും ചോദ്യം ചെയ്യാനുണ്ടായിട്ടും പോലീസ് നടപടികൾക്ക് വേഗത കുറയുന്നതെന്താണെന്ന് ആക്ഷൻ കൗൺസിൽ വിലയിരുത്തുന്നു. അന്വേഷണം വേഗത്തിലാക്കണമെന്ന ആവശ്യം ശക്തമാണ്. ഇക്കഴിഞ്ഞ ഏപ്രിൽ 15-ാം തീയതിയായിരുന്നു പേരൂരിൽ മീനച്ചിലാറ്റിൽ ചാടി അഡ്വക്കേറ്റ് ജിസ്മോളും 2 പെൺകുഞ്ഞുങ്ങളും മരിച്ചത്. ന്യൂസ് ബ്യൂറോ, പാല. കുടിവെള്ള വിതരണം മുടങ്ങിയതിൽ പ്രതിഷേധിച്ച് പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ ജനപ്രതിനിധികളും നാട്ടുകാരും ചേർന്ന് കോട്ടയത്ത് ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വെള്ളിയാഴ്ച ഉച്ചയോടെ പ്രശ്നം പരിഹരിക്കുമെന്ന ഉറപ്പ് അധികൃതർ നൽകിയതോടെയാണ് സമരക്കാർ ഉപരോധം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ 2 മാസത്തോളമായി കോട്ടയം പനച്ചിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 23 വാർഡുകളിലും ജലവിതരണം തടസ്സപ്പെടുന്നു എന്നാരോപിച്ചാണ് നാട്ടുകാരും ജനപ്രതിനിധികളും അടക്കം കോട്ടയം ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചത്. വേനൽക്കാലം രൂക്ഷമായ ഘട്ടത്തിൽ പോലും പണം കൊടുത്ത് വെള്ളം വാങ്ങേണ്ട ഗതികേടിലായിരുന്നു നാട്ടുകാർ. ജലവിതരണം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരെ സമീപിച്ചുവെങ്കിലും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിബി ജോണിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ ഉപരോധം നടത്തിയത്. പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴികൾ എടുത്തതല്ലാതെ തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. എന്നാൽ പഞ്ചായത്തിലെ റോഡുകൾ മുഴുവൻ തകർന്ന് താറുമാറായെന്നും സിബി ജോൺ ആരോപിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവിടെ ഗ്രാമസഭ ഉണ്ടായിരുന്നു. ആ ഗ്രാമസഭയിലേക്ക് ഏറ്റവും കൂടുതൽ ജനങ്ങൾ
ഉന്നയിച്ച ഒരു വിഷയം എന്ന് പറയുന്നത് കുടിവെള്ളമാണ്. 2 റോഡാണ്. ആ റോഡ് മുഴുവൻ തകർക്കാൻ കാരണം ജലജീവൻ മിഷൻ്റെ പേര് പറഞ്ഞ് വാട്ടർ അതോറിറ്റിയും ഗവൺമെൻറ്റും കാണിച്ച അനാസ്ഥയാണ്. അവിടെ പഞ്ചായത്തുമായിട്ട് ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. ആ എഗ്രിമെൻ്റ് വാട്ടർ അതോറിറ്റി പാലിച്ചിട്ടില്ല. എല്ലാ വാർഡിലും ഇന്ന് നടന്നു പോലും പോകാൻ മേലാത്ത രീതി ജലജീവൻ മിഷൻ്റെ പേര് പറഞ്ഞ് വാട്ടർ അതോറിറ്റി പൈപ്പ് ഇട്ടു പോയതല്ലാതെ റോഡുമില്ല, വെള്ളവുമില്ല. നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന വെള്ളം പോലും കൃത്യസമയത്ത് തരാനുള്ള ഉത്തരവാദിത്തം വാട്ടർ അതോറിറ്റിക്കുണ്ട്. അത് കിട്ടാതെ ഈ സമരവുമായി മുന്നോട്ട് പോകില്ല. പൈപ്പ് ലൈനുകളിൽ പൊട്ടൽ കണ്ടെത്താൻ താമസിച്ചതാണ് തകരാർ പരിഹരിക്കാൻ കാലതാമസം നേരിട്ടതെന്ന് അധികൃതർ പറയുന്നു. എന്നാൽ പരിഹാര നടപടികൾ ഉടൻ സ്വീകരിക്കണമെന്നുള്ള നിലപാട് സമരക്കാർ സ്വീകരിച്ചതോടെ വെള്ളിയാഴ്ച ഉച്ചയോടെ കുടിവെള്ള വിതരണം പുനഃസ്ഥാപിക്കുമെന്ന ഉറപ്പ് ജല അതോറിറ്റി അധികൃതർ നൽകി. ഇതേ തുടർന്നായിരുന്നു സമരം അവസാനിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം വൈശാഖ്, പനച്ചിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് ആനി മാമൻ, പഞ്ചായത്ത് അംഗങ്ങളായ അനിൽകുമാർ, ജയന്തി, മഞ്ജു രാജേഷ്, ഗൗരി ശങ്കർ, സ്ത്രീകളടക്കമുള്ള മറ്റ് നാട്ടുകാർ തുടങ്ങിയവരും സമരത്തിൽ പങ്കാളികളായി. ന്യൂസ് ബ്യൂറോ, കോട്ടയം. പാലായിലെ ഡോഗ് പാർക്ക് ശൂന്യം. തെരുവ് നായ്ക്കളെ സംരക്ഷിക്കാൻ ഡോഗ് പാർക്ക് സ്ഥാപിച്ച് കേരളത്തിനാകെ മാതൃകയായ പാലാ നഗരസഭയിലെ ഡോഗ് പാർക്കാണ് കാടുകയറി നശിക്കുന്നത്. തെരുവ് നായ്ക്കളുടെ വിളയാട്ടമാണ് പാലാ നഗരത്തിലും പരിസരങ്ങളിലും. പാലായിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാക്കുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് ശൂന്യമാണ്. അപകടകാരികളായ തെരുവുനായ്ക്കളെ കൂടുതലിട്ട് സംരക്ഷിക്കാൻ സൗകര്യമില്ലാതെ പല നഗരസഭകളും ബുദ്ധിമുട്ടുമ്പോൾ പാലായിലെ ഡോഗ് പാർക്ക് കാടുകയറി നശിക്കുകയാണ്. നഗരസഭാ അധികൃതർ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷ കക്ഷികൾ നഗരസഭാ പടിക്കൽ കഴിഞ്ഞ ദിവസം സമരം നടത്തിയിരുന്നു. നായ്ക്കളെ സംരക്ഷിക്കാൻ ഡോഗ് പാർക്ക് സ്ഥാപിച്ച കേരളത്തിനാകെ മാതൃകയായതാണ് പാലാ നഗരസഭ. 10 കൊല്ലം മുമ്പാണ് ഡോഗ് പാർക്ക് തുടങ്ങിയത്. പദ്ധതി സജീവമായി നടന്നപ്പോൾ തെരുവുനായ ശല്യം നഗരത്തിൽ കുറവായിരുന്നു. പിന്നീട് ഡോഗ് പാർക്കിന്റെ പ്രവർത്തനം അവതാളത്തിലായി. നഗരത്തിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ മേൽനോട്ടത്തിൽ പിടികൂടിയാണ് സംരക്ഷണ കേന്ദ്രത്തിൽ എത്തിച്ചിരുന്നത്. ആദ്യഘട്ടത്തിൽ നായ്ക്കൾ പെറ്റുപെരുകുന്നത് തടയാനുള്ള പന്ത്യംകാരണ പ്രവർത്തനങ്ങൾ നഗരത്തിൽ തെരുനായ്ക്കളുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതാക്കിയിരുന്നു. എന്നാൽ പിന്നീട് കാര്യങ്ങൾ പഴയതുപോലെയായി. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. വളരെ അപകടം. പ്രത്യേകിച്ച് ആ കുരിശുപള്ളി ഭാഗത്ത് ഇതുങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട്. കുട്ടികളൊക്കെ പോകുമ്പോൾ ഉപദ്രവം ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെടുന്നത്. ഇവിടെ അതിനുള്ള നിയമമില്ലെന്നും അതിനുള്ള സൗകര്യമില്ലെന്നും ഒക്കെയാണ് അധികാരികൾ പറയുന്നത്. പക്ഷേ ശ്രീ കുര്യാക്കോസ് പടവൻ ചെയർമാനായിരുന്നപ്പോൾ നിരവധി പട്ടിക്കൂടുകൾ ഉണ്ടാകുകയും അവിടെ നായ്ക്കളെ പിടിച്ചുകൊണ്ടുപോയി സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തിട്ടുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. അതിപ്പോഴും ആ ഡോഗ് പാർക്ക് അതുപോലെ കിടപ്പുണ്ട്. കുറേ അറ്റകുറ്റപ്പണികൾ നടത്തിയാൽ, പള്ളയൊക്കെ ഒന്ന് വെട്ടിയാൽ അത് ഉപയോഗയോഗ്യമാക്കി മാറ്റുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതും ചെയ്യാതെ ഒന്നും ചെയ്യുന്നില്ല. ഇപ്പോൾ സത്യത്തിൽ വളരെ ദയനീയമാണ്. ഇതൊരു ജനങ്ങളുടെ കാര്യങ്ങളാണ് എന്ന് മനസ്സിലാക്കി അധികാരികൾ രംഗത്തേക്ക് വരികയും എത്രയും പെട്ടെന്ന് ഒരു മുഴുവൻ പരിഹാരമാകും എന്ന് നമ്മൾ പറയുന്നില്ലെങ്കിലും കുറച്ച് നല്ലൊരു ഭാഗം അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാൻ കഴിയും. അതുകൊണ്ട് അധികാരികൾ ദയവായി രംഗത്തേക്ക് വരണം. പാല മാർക്കറ്റിന് സമീപമുള്ള ഡോഗ് പാർക്ക് കാടുകയറിയും തുരുമ്പെടുത്ത് നശിക്കുകയാണ്. ഇതേസമയം പാല ടൗണിൽ തെരുവുനായ്ക്കളുടെ ശല്യവും ഏറുകയാണ്. പാല ടൗൺ, ചെത്തുമറ്റം, കടപ്പാട്ടൂർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തെരുവുനായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാവുന്നുണ്ട്. ടൗണിൽ ആഹാര സാധനങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം കിടക്കുന്നിടത്താണ് നായ്ക്കൾ ഏറെയുള്ളത്. രാവിലെ ക്ഷേത്രങ്ങളിലേക്കും പള്ളികളിലേക്കും പോകുന്നവരും രാവിലെയും രാത്രിയും ടൗണിലെത്തുന്നവർക്കുമാണ് നായ്ക്കളുടെ ഭീഷണി കൂടുതൽ നേരിടുന്നത്. വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവരെയും നായ്ക്കൾ ആക്രമിക്കാറുണ്ട്. ന്യൂസ് ബ്യൂറോ, പാല. മഹാഗണപതിയുടെ കല്യാണ മഹോത്സവത്തിനൊരുങ്ങി മള്ളിയൂർ ക്ഷേത്രം. ഇവിടെ നടക്കുന്ന ഗണപതി പുരാണ സപ്താഹ യജ്ഞവേദിയിലാണ് ഈ മാസം 24-ന് ശ്രീ ഗണേശന്റെ വിവാഹം നടക്കുന്നത്. അന്ന് രാവിലെ സിദ്ധി ബുദ്ധി വിവാഹ പാരായണത്തെ തുടർന്ന് ചടങ്ങുകൾ നടക്കും. കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നതെന്ന് യജ്ഞാചാര്യൻ പറയുന്നു. ഉപാസനാമൂർത്തിയുടെ വേളിക്ക് ഒരുങ്ങി മള്ളിയൂർ ക്ഷേത്രം. അഭീഷ്ടവരദായകനായ വിഘ്നേശ്വരന്റെ വിവാഹം. ശ്രീമദ് ഗണേശ പുരാണ സപ്താഹത്തിന്റെ 6-ാം ദിനം മഹാഗണപതിയുടെ കല്യാണോത്സവമാണ്. മള്ളിയൂർ മഹാഗണപതി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ഗണേശ പുരാണ സപ്താഹയജ്ഞത്തിന്റെ സമാപന തലേന്നാണ് ഭഗവാന്റെ വിവാഹ മഹോത്സവം. 24-ന് മധ്യാഹ്നത്തിലാണ് ദേവദേവന്റെ മംഗല്യ മുഹൂർത്തം നിശ്ചയിച്ചിട്ടുള്ളത്. അന്നു രാവിലെ സിദ്ധിബുദ്ധി വിവാഹ പാരായണത്തെ തുടർന്നാണ് ചടങ്ങുകൾ. ഞായറാഴ്ച ഗണേശ പുരാണ സപ്താഹ സമർപ്പണത്തോടെ സപ്താഹ സമാപിക്കും. ഭഗവാനെ പ്രത്യേക പീഠത്തിലിരുത്തി വാദ്യമേളങ്ങളോടെ എഴുന്നള്ളിച്ച് സപ്താഹ മണ്ഡപത്തിലേക്ക് ആനയിക്കും. താലപ്പൊലിയും പുഷ്പവൃഷ്ടിയുമായി വരനായ ശ്രീ ഗണേശനെ വരവേൽക്കും. തുടർന്ന് ഭഗവാന്റെ പത്നിമാരായ സിദ്ധിയും ബുദ്ധിയുമായുള്ള പരിണയം. ആചാര്യവിധി പ്രകാരമുള്ള ചടങ്ങുകളോടെ ഗണേശ മന്ത്രങ്ങൾ ഉരുവിട്ട് ഭക്തരും ഭാഗമാവും. ഭാഗവത തത്വം ജീവിത സന്ദേശമാക്കിയ ഭാഗവത ഹംസം മള്ളിയൂർ ശങ്കരൻ നമ്പൂതിരിയുടെ സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ശ്രീമദ് ഗണേശ പുരാണ സപ്താഹം. ഭാഗവത സപ്താഹയജ്ഞ
സമയത്തിലെ രുക്മിണി സ്വയംവരത്തിന് സമാനമായാണ് മഹാഗണപതിയുടെ വിവാഹ ചടങ്ങുകൾ ക്രമപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഗണേശ പുരാണ സപ്താഹ മുഖ്യ യജ്ഞാചാര്യൻ ശരത് എ ഹരിദാസൻ പറഞ്ഞു. ഗണേശോത്സവങ്ങളുടെ നാടായ ഉത്തരേന്ത്യയിൽ ഗണേശ പുരാണ സപ്താഹവും അനുബന്ധ ചടങ്ങുകളും സംഘടിപ്പിക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ഇതാദ്യമായാണ് ഇത്തരത്തിലൊരു ചടങ്ങ് നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാഗവതം അനവരതം മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് മള്ളിയൂർ. ഗണപതി ഭഗവാൻ ആ ഭാഗവത കഥ മഹാഭാഗവതം കേട്ട് ആനന്ദിച്ചിരിക്കുന്ന ഒരവസ്ഥ അവിടെ. പക്ഷേ ക്ഷേത്രമൂർത്തിയായിട്ടുള്ള ഭഗവാന്റെ കഥകളോ അല്ലെങ്കിൽ ഭഗവാനെ കേന്ദ്രീകരിച്ചിട്ടുള്ള പുരാണോ ഒന്നും അങ്ങനെ പാരായണം നടക്കുന്ന ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മള്ളിയൂർ തിരുമേനിയുടെ ഏറ്റവും വലിയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു ഇവിടെ ഒരു ഗണേശ പുരാണം പാരായണം പ്രഭാഷണമായിട്ടോ ഒരു യജ്ഞമായിട്ട് നടത്തുക എന്നുള്ളതെന്നാണ് കേട്ടിട്ടുള്ളത്. അത് പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത്, അദ്ദേഹം മനുഷ്യ ശരീരത്തിൽ ഇരിക്കുന്ന കാലത്ത് സാധിച്ചില്ല. പക്ഷേ അദ്ദേഹം ദിവ്യശരീരി ആയതിനു ശേഷം ഇന്നത് നടത്തണമെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് തോന്നാനുള്ള ഭാഗ്യം നമുക്ക് കിട്ടുകയും ചെയ്തു. പഞ്ചമുഖ വിനായകാവതാരം, സ്കന്ധാവതാരം, ലക്ഷവിനായകാവതാരം, വിനായകാവതാരം തുടങ്ങിയ ഭാഗങ്ങളുടെ പാരായണമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. ഹേരംബാവതാരം, ഠ്യംഡി വിനായകാവതാരം, മയൂരേശാവതാരം ഇവ ഇനിയുള്ള ദിവസങ്ങളിൽ പാരായണം ചെയ്യും. ശനിയാഴ്ച സിദ്ധിബുദ്ധി വിവാഹം പാരായണമാണ്. ഞായറാഴ്ച ഗണേശ പുരാണ സപ്താഹ സമർപ്പണത്തോടെ സപ്താഹത്തിന് സമാപനമാകും. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ചിറക്കടവ് സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ചിറക്കടവ് കൃഷിഭവന്റെ സഹകരണത്തോടെ കാർഷിക സെമിനാർ നടത്തി. മണ്ണംപ്ലാവ് ഹെഡ് ഓഫീസിൽ നടന്ന കാർഷിക സെമിനാർ ബാങ്ക് പ്രസിഡന്റ് അഭിലാഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ലാജി തോമസ്, ബോർഡ് മെമ്പർമാരായ ബാബുരാജ് വലിയടത്ത്, ജോർജ് കുട്ടി പൂതക്കുഴി, ഗോപാലകൃഷ്ണൻ നായർ, മോളി ജേക്കബ് തുടങ്ങിയവർ പങ്കെടുത്തു. ചിറക്കടവ് കൃഷി ഓഫീസർ പ്രജിത പ്രകാശ് ക്ലാസ് നയിച്ചു. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ശ്രീജ മോഹൻ നേതൃത്വം നൽകി. തുടർന്ന് കർഷകർക്കായി വിത്തുകളും തൈകളും വിതരണം ചെയ്തു. ഇപ്പോൾ ഒരു ഡ്രയർ വേണമെന്ന് വെച്ചു. ഡ്രയറിന് എന്നാലും ഉപയോഗം 1 ലക്ഷം പല ഇതിൻ്റെ ഉണ്ടല്ലേ. നമുക്കിപ്പോൾ പ്രൊജക്റ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് സബ്സിഡി ലഭിക്കും. ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്, അങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് അധിഷ്ഠിത പദ്ധതികൾ ഈ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ വഴി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ മിക്കവാറും ചോദിച്ചുകൊണ്ട് വരുന്നത് പടിതാക്കുളത്തിൽ നമുക്ക് സ്കീമുണ്ട്. അതിൻ്റെ വോളിയം അനുസരിച്ചിട്ടാണ് 1 മീറ്റർ ക്യൂബിന് 62 രൂപ വെച്ച് അതിന് നമുക്ക് സ്കീമുണ്ട്. നമുക്ക് സാധാരണ സ്കീമുകളാണ് ഞാൻ പറയുന്നത്. അനാഥാലയങ്ങളിൽ കഴിയുന്നവർക്കായി കോട്ടയത്ത് വിനോദയാത്ര നടത്തി. കോട്ടയത്ത് നിന്നും ആലപ്പുഴയ്ക്കാണ് വിനോദയാത്ര പോയത്. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് വിനോദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. അനാഥാലയങ്ങളിൽ കഴിയുന്നവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനു വേണ്ടി വിനോദയാത്ര നടത്തി. DTPCയുടെ സഹകരണത്തിൽ ടൂറിസം പ്രൊമോഷൻ വെൽഫെയർ സൊസൈറ്റിയാണ് വയോജന സൗഹൃദ വിനോദയാത്ര ഒരുക്കിയത്. കോട്ടയത്തെ വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റുന്നതും പദ്ധതിയുടെ ഭാഗമാണ്. കോട്ടയം ജില്ലയിലെ അനാഥാലയങ്ങളിൽ നിന്നുള്ള 45 പേരടങ്ങുന്ന സംഘമാണ് വിനോദയാത്ര പോയത്. കോട്ടയം MP ഫ്രാൻസിസ് ജോർജ് വിനോദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കോട്ടയത്ത് നിന്ന് ആലപ്പുഴയ്ക്കാണ് വിനോദയാത്ര. കോട്ടയത്ത് നിന്ന് പുന്നമട വരെ ബസ്സിലും അവിടെ നിന്ന് ബോട്ടിലുമാണ് യാത്ര. ആലപ്പുഴ ബീച്ചും മറ്റു കാഴ്ചകളും സംഘം കാണും. നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാർ, അവിടെ വലിയൊരു സ്വപ്നമാണ് ഉല്ലാസയാത്രയ്ക്ക് പോകണം, ഒന്ന് വിനോദയാത്ര തീർത്ഥാടനം പോകണം. ഇതൊക്കെ അവിടെ ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിലെ വലിയ സ്വപ്നങ്ങളാണ്. അപ്പൊ ഇതിനെ ഒന്ന് സാക്ഷാത്കരിക്കാൻ വേണ്ടി രൂപം കൊടുത്തിട്ടുള്ള ഒന്നാണ് നമ്മുടെ ടൂറിസം പ്രൊമോഷൻ വെൽഫെയർ സൊസൈറ്റി എന്ന് പറയുന്ന സന്നദ്ധ സംഘടന. ഈ സന്നദ്ധയുടെ ആഭിമുഖ്യത്തിൽ DTPCയുമായിട്ട് ഡിസ്ട്രിക്ട് ടൂറിസം പ്രൊമോഷൻ കൗൺസിലുമായി സഹകരിച്ചുകൊണ്ട് നമ്മൾക്ക് കോട്ടയം ജില്ലയെ ഒരു വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റണം കൂടി MP-യുടെ കൂടെയൊക്കെ എല്ലാം സഹായത്തോടു കൂടി ആദ്യമായിട്ടാണ് നമ്മളിവിടെ ഈ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിവസമാണ് MP നമ്മളൊപ്പം ആയിരിക്കുക. ഞാൻ വിളിച്ചപ്പോൾ പറഞ്ഞത് ഞാൻ നിങ്ങളുടെ കൂടെ വാങ്ങി പോരാമെന്നാണ് പറഞ്ഞത്. അത്രമാത്രം നമ്മളൊപ്പം ആയിരുന്നു കൊണ്ട് ഈ വയോജനങ്ങളുടെ കൂടെ, കാരണം മക്കളെല്ലാം വെളിയിലാണ്. ന്യൂസ് ബ്യൂറോ, കോട്ടയം. കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളുടെ മെഡിക്കൽ ബോർഡ് നടത്തുന്നതിന് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പരിശോധിക്കുന്നതിന് ആവശ്യമായ ഉപകരണങ്ങൾ നൽകി കാഞ്ഞിരപ്പള്ളി കൊട്ടാരം സ്വീറ്റ് ഹൗസ് ഉടമ ജോമോൻ ജോസ് 40,000 രൂപ വില വരുന്ന ഉപകരണങ്ങൾ വാങ്ങി ആശുപത്രിക്ക് നൽകി. മെഡിക്കൽ ഉപകരണങ്ങൾ ഇല്ലാത്തതിനാൽ എല്ലാ മാസവും നടത്തേണ്ട മെഡിക്കൽ ബോർഡ് നടത്താൻ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകേണ്ട അവസ്ഥയിലായിരുന്നു രക്ഷിതാക്കൾ.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോട്ടയം ജില്ലയിൽ വാർഡ് വിഭജനം പൂർത്തിയായി. ജില്ലയിലാകെ 1223 വാർഡുകൾ. ചിറക്കടവ്, വാഴൂർ, പള്ളിക്കത്തോട് പഞ്ചായത്തുകൾക്ക് 2 വാർഡുകൾ കൂടി. എലിക്കുളത്ത് 1 വാർഡ് അധികമായി. അഡ്വക്കേറ്റ് ജിസ്മോളും കുഞ്ഞുങ്ങളും ആത്മഹത്യ ചെയ്ത സംഭവം. പോലീസ് അന്വേഷണം മന്ദഗതിയിലെന്ന് ആക്ഷൻ കൗൺസിൽ. പനച്ചക്കാട് പഞ്ചായത്തിൽ കുടിവെള്ള വിതരണം മുടങ്ങി. ജനപ്രതിനിധികളും നാട്ടുകാരും കോട്ടയത്ത് ജല അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. വെള്ളിയാഴ്ച പരിഹരിക്കുമെന്ന് അധികൃതരുടെ ഉറപ്പ്. പാലായിലെ ഡോഗ് പാർക്ക് കാടുകയറി നശിക്കുന്നു. നഗരത്തിലും പരിസരങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷം. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.